സേവാഭാരതിയുടെ ഭാഗമായിട്ട് സ്ത്രീകളും വളരെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാണാം, ഈ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം? ഇതുപോലുള്ള ഒരു ദുരന്തം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ വലിയ ദുരന്തത്തിൽ അതെ വയനാട്ടിൽ നമ്മൾ വെള്ളപ്പൊക്കം അങ്ങനെ അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡ് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. നമ്മളെ സമയം ഒരു 3 മണി തൊട്ട് നമുക്ക് കോള് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 6 മണി ആയപ്പോഴേക്കും എല്ലാവരും കൂടി എത്തി. അന്നേരം തൊട്ട് തന്നെ നമ്മളിവിടെ ഏകദേശം ഒരു ഓർഡറിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഓർഡർ അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം അങ്ങോട്ടേക്ക് റെസ്ക്യൂ ടീമിനെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് ബോഡീസ് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ശവസംസ്കാര യൂണിറ്റുകൾ നമുക്ക് ചിതാഗ്നി ഉണ്ട്. ചിതാഗ്നി നമ്മുടെ വയനാട്ടിന് ഒന്നായിരുന്നു ഉണ്ടായിരുന്നത്. മലപ്പുറം മറ്റു ജില്ലകളിൽ നിന്നെല്ലാം കരളലിയിക്കുന്ന കാഴ്ചകൾ സഹിക്കാൻ പറ്റുന്ന വെച്ചാൽ ആദ്യത്തെ 2 ദിവസം തലയിറങ്ങി മാറി നിൽക്കുമായിരുന്നു. വെച്ചാൽ ചെറിയ മക്കളുടെയൊക്കെ ബോഡി കൊണ്ടുവരുമ്പം അമ്മമാർക്ക് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. തലയിറങ്ങി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവർ എന്നതും അവർ വെച്ചാൽ എന്താ പറയുക, അച്ഛനും അമ്മയും രക്ഷപ്പെട്ടു, മക്കളും മാത്രം പോകുന്നൊരവസ്ഥ സഹിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു. ഞങ്ങൾക്കും കണ്ടു നിൽക്കാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേരുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ ക്യാമ്പുകളിലൊക്കെ പോയപ്പം കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8, 10, 13 വയസ്സുള്ള കുട്ടികളൊക്കെ കുറച്ച് നേരം ഫോണിൽ നോക്കും. ആ ഒരു മൈൻഡിൽ നിന്ന് പെട്ടെന്ന് മാറുക, ഷോക്ക് പോലെ ആവുക, എന്നിട്ട് വിറയ്ക്കുക, കാറി പൊളിക്കുക, കുറച്ച് നേരം ആ ഒരു ഇതിൽ നിൽക്കുക, പിന്നെയും വീണ്ടും ഫോണിൽ കളിക്കും. പക്ഷെ അവർ നോർമൽ മൈൻഡിൽ നിന്ന് മൊത്തമായിട്ട് അങ്ങ് മാറിപ്പോയി. ഇവിടെ 2-3 കുട്ടികളുണ്ടായിരുന്നു. ഒരു വൈഷ്ണവിൻ്റെ കൂട്ടുകാരനൊക്കെ വന്നിട്ട് ഞങ്ങൾ ആ പേടിച്ചു വരുന്നു. ആ കുട്ടീനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എത്ര പേര് പിടിച്ചാലും നിൽക്കുന്നില്ല. മഴയത്തേക്ക് ഇറങ്ങി ഓടുക, പിന്നെ അത് അകത്തേക്ക് കൊണ്ടുപോയി എന്താ കളിക്കുന്നതെന്ന് നമുക്ക് തന്നെ തിരിയുന്നില്ല. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം തന്നെയാണ് അതൊക്കെ. പിന്നെ സേവാഭാരതിൻ്റെ ദിവസവും 1000-ന് മുകളിൽ പ്രവർത്തകരുണ്ടായിരുന്നു ഇവിടെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സമയം വരെ ഞങ്ങൾ കുറേ പേര് ഇപ്പോഴും ഓഫീസിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും കാണാം. അതേപോലെ ഒന്നിനൊരു കുറവും നമ്മളൊക്കെ വെച്ചാൽ വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പം ക്യാമ്പിൽ നിന്ന് ഓരോരുത്തർ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയവർക്കൊന്നും ക്യാമ്പിൽ നിൽക്കാൻ പറ്റില്ല എന്നു വീടുകളിൽ പോയിട്ടുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെവിടുന്നാണോ വിളിക്കുന്നത് അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണോ അവർ പറയുന്നത് നമ്മളതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്നിനൊരു കുറവ് എത്തിച്ചു വെച്ചാൽ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല അത് വരുന്നത്, കേരളത്തിൽ നിന്നുമല്ല, പുറത്തുനിന്ന് കർണാടക, തമിഴ്നാട്, ബംഗളൂരിൽ നിന്നുള്ള ഡോക്ടർമാർ ഉള്ള സംഘം ഉണ്ടായിരുന്നു ഇവിടെ. ബാംഗ്ലൂരിൽ നിന്ന്, കർണാടകയിൽ നിന്നൊക്കെ വന്നിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും വിളികൾ നിൽക്കുന്നേ ഇല്ല. എന്താ വേണ്ടേ, ഞങ്ങൾ കുട്ടികളെ ദത്തെടുക്കാം, ആ കുട്ടികളുടെയൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ അവരെ ദത്തെടുക്കാം, അങ്ങനെ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സേവാഭാരതിനെ അത്ര വിശ്വസിക്കുന്നുണ്ട് ജനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാവാൻ നല്ല വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ രാത്രിയായാലും ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വനിതകളെ ഒരു പേടിയില്ലാണ്ട് നമ്മൾ എല്ലാവരെയും വിടുന്നുണ്ട്. അത്ര വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ ചെന്നാലും അറിയാം, പ്രായം കുറഞ്ഞവരുണ്ട്, പ്രായം കൂടിയവരുണ്ട്, അങ്ങനെ എല്ലാവരെയും വിടുന്നുണ്ട്. വനിതകൾ ഫുൾ ടൈമും ഇവിടെ ഉണ്ട്. സേവാഭാരതി പ്രവർത്തകർ എപ്പോഴും ഉണ്ട് ഇവിടെ. വനിത കൂടി ഉണ്ട്, എന്താ പറയാനുള്ളത്? നല്ല ഇതിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. സേവാഭാരതി ഇതിൽ ഞങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഒപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ദയനീയമായിരുന്നു. എല്ലാവരും ഏറ്റുന്ന കുട്ടികളതും പ്രായമായവരും ഒക്കെ 4 ശവം കിട്ടി, ഒരാളെ മാത്രം അതിനെ കെട്ടിപ്പിടിച്ച് കരയുക, ഇതെല്ലാം ഒരു ഭയങ്കര മനസ്സലിയിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു.